എല്ലാവർക്കും കഥകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ കഥയുടെ പേര് ദണ്ഡകാരണ്യം. മരുവിൻ്റെ മകനായ ഇക്ഷ്വാകു രാജാവിന് 100 പുത്രന്മാരുണ്ടായി. അവരിൽ ഇളയവനായ ദണ്ഡൻ ഒഴിച്ച് എല്ലാവരും ബുദ്ധിശാലികളും വിദ്യാസമ്പന്നന്മാരും ഗുരുശുശ്രൂഷ ചെയ്യുന്നവരുമായിരുന്നു. ദണ്ഡനെ നന്നാക്കാൻ ഒരു വഴിയും കാണാതെ അച്ഛൻ അയാൾക്ക് വിന്ധ്യപർവ്വതത്തിൻ്റെയും ശൈവല പർവ്വതത്തിൻ്റെയും ഇടയിലുള്ള ഒരു ദേശം കൊടുത്ത് അവിടെ രാജാവായി വാഴിച്ചു. ദണ്ഡൻ മധുമന്തം എന്നൊരു പട്ടണമുണ്ടാക്കി ശുക്രമുനിയെ പുരോഹിതനായി വരിച്ച് രാജ്യം ഭരിച്ചു. ഒരു ദിവസം ദണ്ഡൻ കാട്ടിലൂടെ നടക്കുമ്പോൾ ശുക്രമുനിയുടെ ആശ്രമത്തിനടുത്തെത്തി. മുനിയുടെ മകൾ അരജ ആശ്രമത്തിൽ നിൽക്കുന്നത് കണ്ട് ദണ്ഡൻ അവളെ മോഹിച്ചു. അയാൾ അരജയുടെ അടുത്ത് ചെന്ന് ഭവതി എന്നെ വരിക്കണം എന്നപേക്ഷിച്ചു. അരജ തടഞ്ഞു. അച്ഛൻ്റെ സമ്മതമില്ലാതെ അങ്ങ് എന്നെ തൊടരുത്. അങ്ങ് ചോദിച്ചാൽ അച്ഛൻ എന്നെ അങ്ങേക്ക് തരുമല്ലോ. ഇപ്പോൾ എന്തിനാണ് എന്നെ തൊടാൻ വരുന്നത്? അച്ഛൻ അറിഞ്ഞാൽ അങ്ങേ ശപിച്ചു കളയും. ദണ്ഡന് അത് സമ്മതമായില്ല. ഗുരു എന്നെ ശപിച്ചു കൊള്ളട്ടെ, എന്നാലും എനിക്ക് ഉടൻ ഭവതിയെ കിട്ടിയേ തീരൂ. ദണ്ഡൻ അരജയെ തൊട്ട് വിശുദ്ധി നശിപ്പിച്ച ശേഷം അവിടെ നിന്ന് പോയി. അരജ കരഞ്ഞുകൊണ്ട് ആശ്രമത്തിൻ്റെ മുറ്റത്ത് നിന്നു. ശുക്രമുനി മടങ്ങി വന്ന് വിവരമറിഞ്ഞപ്പോൾ ദണ്ഡനെ ശപിച്ചു. 7 ദിവസത്തിനുള്ളിൽ പൂഴിമഴ പെയ്ത് ഈ നാടും നാട്ടുകാരും രാജാവും നശിച്ചു പോകട്ടെ. പിന്നീട് അദ്ദേഹം മകളെ കുളക്കരയിലുള്ള ആശ്രമത്തിൽ താമസിപ്പിച്ചു. ശുക്രമുനിയുടെ അനുഗ്രഹത്താൽ അരജയുടെ ആശ്രമത്തിന് ചുറ്റുമുള്ള സ്ഥലത്ത് പൂഴിമഴ പെയ്തില്ല. മറ്റുള്ള സ്ഥലങ്ങളൊക്കെ നശിച്ചുപോയി. മനുഷ്യരോ പക്ഷിമൃഗാദികളോ താമസിക്കാത്ത ആ വനത്തിന് ദണ്ഡകാരണ്യം എന്നു പേര് വന്നു. കാലക്രമത്തിൽ ദണ്ഡകാരണ്യം മരുഭൂമിയുടെ അവസ്ഥ മാറി പെരുങ്കാടായി തീർന്നു. കുളക്കരയിൽ അരജ താമസിച്ചിരുന്ന ആശ്രമത്തിനടുത്ത് മുനിമാർ ഇലക്കുടിലുകൾ കെട്ടി പാർത്ത് തപസ് ചെയ്തു തുടങ്ങി. ആ പ്രദേശത്തിന് ജനസ്ഥാനം എന്നു പേരും വന്നു. അടുത്ത കഥ ഇന്ദ്രനെ ബാധിച്ച ബ്രഹ്മഹത്യാ പാപം. ദേവന്മാരും അസുരന്മാരും കൂടി ഒന്നിച്ച് താമസിച്ചിരുന്ന കാലത്ത് വൃത്രൻ എന്നൊരു അസുരനുണ്ടായിരുന്നു. അദ്ദേഹം മഹാനും ധർമ്മിഷ്ഠനുമായിരുന്നു. അദ്ദേഹം നാട് വാഴുന്ന കാലത്ത് കഴമ്പും ചാറുമുള്ള കിഴങ്ങുകളും പഴങ്ങളും ധാരാളമുണ്ടായി. കൃഷി ചെയ്യാതെ തന്നെ ധാന്യങ്ങൾ വിളഞ്ഞു. അതിനിടയിൽ വൃത്രന് തപസ് ചെയ്യാൻ ആഗ്രഹമുണ്ടായി. വൃത്രൻ തപസ് തുടങ്ങിയപ്പോൾ ദേവേന്ദ്രന് പരിഭ്രമമായി. ഇന്ദ്രൻ മഹാവിഷ്ണുവിനെ ചെന്ന് കണ്ടു. വൃത്രൻ തപസ് മുഴുമിപ്പിച്ചാൽ എല്ലാ ലോകങ്ങളും അവൻ്റെ കീഴിലായി തീരും. ഞാൻ പിന്നെ ഇരുന്നിട്ട് കാര്യമില്ല. അങ്ങ് എന്താണ് ഒന്നും ചെയ്യാതെ നോക്കിയിരിക്കുന്നത്? അവനെ കൊന്നു തരണം. മഹാവിഷ്ണു തലയാട്ടി. മഹാത്മാവായ വൃത്രൻ എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തെ ഞാൻ കൊല്ലുകയില്ല. ഇന്ദ്രന് വജ്രായുധം കൊണ്ട് അദ്ദേഹത്തെ കൊല്ലാം. വജ്രത്തിൽ എൻ്റെ തേജസ് ഉണ്ടല്ലോ. ഇന്ദ്രനും ദേവന്മാരും കൂടി വൃത്രൻ തപസ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോയി. തേജസ്വിയായ അസുരനെ കണ്ട് അവർ ഭയപ്പെട്ടു. ഇന്ദ്രൻ ഒരുവിധം ധൈര്യം അവലംബിച്ച് വജ്രായുധം കൊണ്ട് വൃത്രൻ്റെ തലയിലടിച്ചു. നിലത്ത് വീണുകിടക്കുന്ന വൃത്രൻ്റെ തല കണ്ട് പ്രജകൾ ഭയപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്തു. വൃത്രനെ കൊന്നത് ശരിയായില്ലെന്ന് തോന്നി ഇന്ദ്രൻ ലോകത്തിൻ്റെ അങ്ങേ തലയ്ക്കൽ പോയി ഒളിച്ചിരുന്നു. പക്ഷേ ബ്രഹ്മഹത്യ പാപം ഇന്ദ്രനെ പിന്തുടർന്ന് ചെന്ന് ബാധിച്ചു. ഇന്ദ്രൻ ബോധം കെട്ട് പാമ്പ് പോലെ ചുരുണ്ട് അനക്കമില്ലാതെ കിടന്നു. ദേവേന്ദ്രൻ ഇല്ലാതെയായപ്പോൾ മഴ പെയ്യാതെയായി. മരങ്ങൾ ഉണങ്ങിക്കരിഞ്ഞു. കിണറുകളും കുളങ്ങളും പുഴകളും വറ്റി വരണ്ടു. മഹാവിഷ്ണു പറഞ്ഞതനുസരിച്ച് ദേവന്മാർ അശ്വമേധയാഗം ചെയ്തു. യാഗം കഴിഞ്ഞ ഉടൻ ബ്രഹ്മഹത്യ ദേവന്മാരോട് ചോദിച്ചു, ഞാൻ ഇനി എവിടെയാണ് ഇരിക്കേണ്ടത്? ദേവന്മാർ അവളെ അനുഗ്രഹിച്ചു. നീ വെള്ളത്തിലെ നുരയിലും മരങ്ങളിലെ പാലിലും ചെറുപ്പക്കാരികളായ സ്ത്രീകളുടെ ഉള്ളിലും ഇരുന്നു കൊള്ളുക. നിർദോഷികളെ ദ്രോഹിക്കുന്നവരിൽ നിന്റെ 4ാമത്തെ ഭാഗം ഇരിക്കട്ടെ. ബ്രഹ്മഹത്യ അത് പ്രകാരം ചെയ്തു. എല്ലാവർക്കും ഈ 2 കഥകളും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.